നമസ്കാരം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മറുപടി പറയണേ. നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ആരോടൊക്കെ അത് പറയും? നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിനോടോ, റിലേറ്റീവ്സിനോടോ, പാരൻസിനോടോ? നിങ്ങൾ മുമ്പ് ഈ തരത്തിൽ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടിട്ടുള്ളത്? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു ജോലി വാങ്ങണം, ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, അതുപോലെ ഒരു ബിസിനസ് ചെയ്യണം, എന്ത് തന്നെ ആയിക്കോട്ടെ. നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഒരാൾ ഒരു ദിവസം തീരുമാനിക്കുകയാണ്, എനിക്കിനി ഇങ്ങനെ പോയാൽ പറ്റില്ല, എൻ്റെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം, എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം, അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. പല ഐഡിയാസ് അയാളുടെ മനസ്സിലിങ്ങനെ വന്നു. അപ്പോൾ അയാൾ നേരെ എന്ത് ചെയ്തു? അയാളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അത് ഷെയർ ചെയ്തു. എടാ, ഞാനിങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു, വാവ് സൂപ്പർ, നല്ല ഐഡിയ ആണ്, നല്ല കാര്യമാണ്, അങ്ങനെ പറഞ്ഞു. അപ്പം അയാൾക്കത് ഭയങ്കര ഇൻസ്പിറേഷനായി. അയാൾ പെട്ടെന്ന് തന്നെ ആ ഒരു പരിപാടി തുടങ്ങണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ആ ഒരു പ്രവർത്തനം അധികകാലം നീണ്ടു നിന്നില്ല. ആ ഒരു ബിസിനസ് അദ്ദേഹത്തിന് സക്സസ് ആവാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു കാര്യം വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതിനൊരു പിന്നിലൊരു ശാസ്ത്രമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ആളുകളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യും. നല്ല തീരുമാനമാണ്, നിന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെ ബ്രെയിനിൽ ഡോപ്പാമിൻ പ്രൊഡക്ഷൻ തുടങ്ങും. നമുക്ക് അംഗീകാരം കിട്ടിക്കഴിഞ്ഞു, നമ്മളത് നേടിക്കഴിഞ്ഞു എന്നുള്ളൊരു ഫീലാണ് ആ സമയത്ത് നമുക്ക് കിട്ടുന്നത്. ആളുകളുടെ അംഗീകാരം കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ആ കാര്യം ചെയ്യാനുള്ള ഒരു എനർജി ഇങ്ങനെ ലോസ് ആവുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ഷെയർ ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ തലച്ചോറിന് ഓൾറെഡി അത് ഒരു അപ്രിസിയേഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി ഒരു സന്തോഷം കിട്ടി, നമ്മളത് നേടി എന്നുള്ളൊരു ഫീൽ വന്നു. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ പതുക്കെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു എഫേർട്ട് കുറക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ആ ലക്ഷ്യം നേടാൻ പറ്റില്ല. ശാസ്ത്രലോകത്ത് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുള്ളൊരു വിഷയം കൂടിയാണത്. നമുക്ക് ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് അപ്രിസിയേഷൻ കിട്ടുമ്പോൾ ഭാഗികമായിട്ട് ആ ഒരു കാര്യം നേടി എന്നുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം, പലർക്കും അനുഭവം ഉണ്ടാവും. ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ വർഷം ഒരു 15 കിലോ കുറക്കും, അല്ലെങ്കിൽ ഒരു 10 കിലോ കുറക്കും എന്നുള്ളതൊക്കെ ഒരു ദൃഢനിശ്ചയം നടത്തിയിട്ട് പിന്നെ പതുക്കെ ഒരാഴ്ചയൊക്കെ അങ്ങനെ പോവും. ആ ഒരാഴ്ച നമ്മൾ നേരത്തെ എണീക്കും, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു നടന്നിട്ടുണ്ടാവും നമ്മൾ, ഞാൻ ഈ വർഷം ഇത്ര കിലോ കുറക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ ഞാൻ അതിനുള്ള പണി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യും, അത് സംഭവം നല്ല അടിപൊളിയാണ് എന്നൊക്കെ പറയും. പക്ഷേ ഒരാഴ്ചയൊക്കെ നമ്മളതിങ്ങനെ കൊണ്ടുപോകും. പക്ഷേ പിന്നെ നമുക്ക് എന്ത് ചെയ്യും? അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കുറയും. കാരണം ഓൾറെഡി നമുക്ക് അപ്രിസിയേഷൻ കിട്ടിക്കഴിഞ്ഞു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ എന്താണ്? നമ്മളതിനുള്ള പണി തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ, എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ, ഇപ്പോൾ PSC എക്സാമൊക്കെ എഴുതുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ചില ആളുകൾ ഭയങ്കര കുട്ടി കോഴിച്ചിട്ടായിരിക്കും പഠനമൊക്കെ തുടങ്ങുന്നുണ്ടാവുക. ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഒരു PSC എഴുതാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആളുകൾ എന്താ പറയും, ഒരുപാട് കാലമായില്ലേ PSC എഴുതാൻ തുടങ്ങിയിട്ട്, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെ പറയും. എന്നാൽ ചിലരുണ്ട് എക്സാം എഴുതാൻ പോകുന്നതോ അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യുന്നതോ ഒന്നും ആരും അറിയില്ല. പക്ഷെ അവർ റാങ്ക് ലിസ്റ്റിൽ വന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുമ്പോഴായിരിക്കും ബാക്കിയുള്ളവരൊക്കെ അറിയുന്നുണ്ടാവുക, അത്ഭുതപ്പെടും. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ്? അങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു നടക്കുമ്പോൾ അവരുടെ നെഗറ്റീവ് എനർജി കൂടെ നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യും ചില സമയത്ത്. പക്ഷെ അവർ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നതൊന്നും ആവില്ല. ഇപ്പോൾ നമ്മളൊരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർ പറയും, ഇതൊക്കെ എന്ത് പാടാണ്, അതൊന്നും നമുക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ്, ഒരുപാട് പേര് ഞാനൊക്കെ ഇത്രേ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്, ഇതുവരെ എനിക്ക് കിട്ടിയില്ലല്ലോ. പിന്നെ അപ്പുറത്തുള്ള ഒരാൾ, മറ്റേ ആൾ, അങ്ങനെ കുറേ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തരും. അവരൊന്നും ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, എന്നിട്ടാകുമ്പോൾ നിനക്ക് അങ്ങനെ പറയും. അത് നമ്മളെ ഉള്ളിൽ ഭയങ്കര നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഞാനിപ്പോൾ ഇതിന് പരിശ്രമിച്ചിട്ട് കാര്യമുണ്ടോ, അവർക്കൊന്നും കിട്ടിയില്ല, പിന്നെ ഇപ്പോൾ എങ്ങനെ എനിക്ക് കിട്ടുക? അത് ചെറിയൊരു നെഗറ്റീവ് എനർജി ഇങ്ങനെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു എനർജി നഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു ഉദാഹരണം പറയാം. ഒരാൾക്കൊരു 10 ലക്ഷം കട ഉണ്ട്. അപ്പോൾ അയാൾ പറയാണ്, അവിടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പറയാണ്, എടാ ഈ അടുത്ത 3 വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ കടങ്ങൾ മുഴുവൻ വീട്ടും, എനിക്കതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്ന് പറയും. അപ്പോൾ ചില ഫ്രണ്ട്സ് പറയും, ഓക്കെ നിനക്കത് പറ്റും എന്ന് പറയും. മറ്റു ചിലർ എന്ത് ചെയ്യും? തളർത്താൻ നോക്കും. അങ്ങനെ പറയും, ഇവിടെ 5 ലക്ഷം കട ഉള്ളത് വീട്ടാൻ വേണ്ടി 10 വർഷമായിട്ട് ഞാൻ ഇവിടെ പണിയെടുക്കുകയാണ്, നടന്നിട്ടില്ല, എന്നിട്ട് അപ്പോൾ നിനക്ക് 10 ലക്ഷം ഉള്ളത് ഈ 3 വർഷം കൊണ്ട് തീരുന്നത്. അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. നമുക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി ലോസ് ആവുകയും ചെയ്യും.
എന്നാൽ അതേസമയം ഈ ആൾ മനസ്സിൽ കുറിച്ച് വെക്കുകയാണ്, സ്വയം പറയാണ്, എൻ്റെ ഈ 10 ലക്ഷം കടം എനിക്ക് 3 വർഷം കൊണ്ട് ഞാൻ തീർക്കണം, അത് ആരോടും ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്കത് വീട്ടിയേ മതിയാവും, എന്നിട്ടൊരു സമാധാനത്തിലൊരു ജീവിതം വേണം. അയാൾ സ്വപ്നം കാണാണ്. അതാണ് മാനിഫെസ്റ്റേഷൻ്റെ പവർ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ സ്വയം പറയാം, മറ്റുള്ളവരെ അറിയിക്കേണ്ട, നമ്മൾ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുമ്പോൾ, അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമുക്കത് നേടാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഒരു കാര്യം സമൂഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്കൊരു പ്രഷർ വർദ്ധിക്കും. അതായത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു, അതുകൊണ്ട് ഞാനിത് നേടിയേ മതിയാവൂ, അല്ലെങ്കിൽ ഇത് ചെയ്തേ എനിക്ക് മതിയാവും എന്നുള്ളൊരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആളുകളുടെ മനസ്സിൽ എന്താണ്, ഓൾറെഡി 1 ലക്ഷം ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവനത് നേടും എന്നുള്ളൊരു മനസ്സിൽ അവർ വിചാരിക്കും. പക്ഷേ ഇയാൾക്ക് എന്താണ്, ഈ പ്രഷർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതോടുകൂടി അയാൾക്കത് ചെയ്യാനുള്ള ആവേശം പോവും. എന്നാൽ നിങ്ങൾ നിശബ്ദമായിട്ടാണ് ഈ കാര്യം നേടാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എത്ര പ്രാവശ്യം നിങ്ങൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടാലും ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ അടുത്തൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. ഞാനത് നേടിയിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും, എനിക്കത് നേടണമല്ലോ എന്നുള്ളൊരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും, നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആരും അടുത്തും അത് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തോ നിങ്ങൾ അത്രമേൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് ജേർണൽ ചെയ്യുക, അതെവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് കണ്ണിൽ കാണുന്നിടത്ത്, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിൽ ഡോറിൻ്റെ ബാക്കിലോ പബ്ലിക്കിന് അറ്റൻഷൻ കിട്ടാത്ത രൂപത്തിൽ വേണം അത് ചെയ്യാൻ. അപ്പോൾ വിരുന്നാരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതെന്താ നീ ഇങ്ങനെ എഴുതി വെച്ചിരിക്കണേ, എന്താ ഇപ്പോൾ ഇത് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ മതി, നമ്മുടെ എനർജി ഡ്രോപ്പ് ആവാൻ. അപ്പോൾ അങ്ങനെ വേണ്ട, നമുക്ക് ആരുടെയും അറ്റൻഷൻ കിട്ടാത്ത രൂപത്തിൽ, എന്നാൽ നമുക്ക് അറ്റൻഷൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് അത് ജേർണൽ ചെയ്ത് വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അത് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ റൂമിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് കണ്ണിൽ ഉടക്കണ രൂപത്തിൽ അത് ചെയ്യാം. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാനിത് വായിക്കുകയാണ്, എനിക്ക് എന്നെ കടം വീട്ടണമല്ലോ, എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കോഡ്സും കാര്യങ്ങളും. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകളും അവരുടെ ലക്ഷ്യം നേടിയിട്ടുള്ളത് ഇങ്ങനെയാണ്. അവർ പബ്ലിക്കായിട്ട് പറയാനോ ആളുകളുടെ ഒപ്പീനിയൻ തേടാനോ അവർ ശ്രമിച്ചിട്ടില്ല. അവർ നിശബ്ദമായിട്ട് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, എനിക്കത് പറ്റും, ഞാനത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അതൊന്ന് ജേർണൽ ചെയ്യുക. പിന്നെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക, നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് എത്താനുള്ളൊരു ശ്രമം നടത്തുക. ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് അത് ഷെയർ ചെയ്യാനോ അവരുടെ അഭിപ്രായം തേടാനോ ശ്രമിക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.